നമസ്കാരം. മനുഷ്യന്റെ കഥ, നമ്മുടെയൊക്കെ കഥ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? നമ്മൾ എങ്ങനെയാണിങ്ങനെ ചിന്തിക്കാനും സംസാരിക്കാനുമൊക്കെ തുടങ്ങിയത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പിന്നോട്ട് ചരിത്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരു യാത്ര പോയാലോ? +1 ഹിസ്റ്ററിയിലെ ആദ്യ പാഠമാണ് നമ്മുടെ ഈ അത്ഭുതകരമായ കഥയ്ക്ക് ആധാരം. ഇത് നമ്മുടെ എല്ലാം മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, അല്ലേ? നമ്മൾ, അതായത് ഹോമോസാപ്പിയൻസ്, ഈ ഭൂമിയിൽ എങ്ങനെ വന്നു? ആരായിരുന്നു നമ്മുടെ പൂർവികർ? കാടുകളിലും ഗുഹകളിലുമൊക്കെ ജീവിച്ചിരുന്ന അവരുടെ ജീവിതം എത്രത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം ചരിത്രത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്കൊരുമിച്ചതൊന്ന് കണ്ടെത്തി നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ചരിത്രയാത്രയ്ക്ക് കൃത്യമായ ഒരു വഴിയുണ്ട്. 5 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ആദ്യം നമ്മൾ കാലത്തിന്റെ തുടക്കത്തിലേക്ക് പോകും, പിന്നെ മനുഷ്യപരിണാമത്തിന്റെ ആദ്യത്തെ ചുവടുകൾ ഏതൊക്കെയായിരുന്നു എന്ന് നോക്കും, അതിനുശേഷം അതിജീവനത്തിനായി അവർ കണ്ടെത്തിയ സൂത്രങ്ങളെക്കുറിച്ച് പഠിക്കും, തുടർന്ന് ഭാഷയും കലയുമൊക്കെയായി സംസ്കാരം എങ്ങനെ ഉദയം ചെയ്തു എന്ന് ചർച്ച ചെയ്യും. അവസാനം മനുഷ്യന്റെ ജീവിതരീതിയെ അടിമുടി മാറ്റിമറിച്ച ഒരു പുതിയ ലോകത്തിന്റെ പിറവിക്ക് നമ്മൾ സാക്ഷികളാകും. അപ്പോൾ ശരി, നമുക്ക് തുടങ്ങിയാലോ? നമ്മുടെ യാത്രയുടെ ആദ്യ ഭാഗം, കാലത്തിന്റെ ആരംഭം. ഓർക്കുക, നമ്മൾ സംസാരിക്കുന്നത് 100ഓ 1000ഓ വർഷങ്ങളെക്കുറിച്ചല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ, എണ്ണിയാലൊടുങ്ങാത്ത തലമുറകളുടെ കഥയാണ്. നമ്മുടെ ചരിത്രത്തിന് അത്രയേറെ ആഴമുണ്ട്. 56 ലക്ഷം വർഷങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. അത്രയും കാലം മുൻപാണ് മനുഷ്യനോട് സാദൃശ്യമുള്ള നമ്മുടെ പൂർവികർ ഈ ഭൂമിയിൽ ആദ്യമായിട്ട് നടന്നു തുടങ്ങിയത്. എന്നാൽ നമ്മളെപ്പോലെ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആധുനിക മനുഷ്യൻ, അതായത് നമ്മൾ, രൂപം കൊണ്ടിട്ട് ഏകദേശം 1,60,000 വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു സംശയം വരുമല്ലേ? ഇത്രയും പഴയ, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഇത്ര കൃത്യമായി മനസ്സിലാക്കുന്നത്? ഇവിടെയാണ് ചരിത്രകാരന്മാരും ഗവേഷകരുമൊക്കെ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ പ്രവർത്തിക്കുന്നത്. കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത ചില നിർണായക തെളിവുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പ്രധാനമായും 3 തരം തെളിവുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്നാമത്തേത് മനുഷ്യ ഫോസിലുകൾ, അതായത് പാറകളിൽ പതിഞ്ഞുപോയ നമ്മുടെ പൂർവികരുടെ അസ്ഥികൾ. അവിടെ ശരീരം എങ്ങനെയായിരുന്നു എന്നൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തേത് ശിലായുധങ്ങൾ, അവർ ഉപയോഗിച്ച കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ. അവരുടെ ബുദ്ധിയെയും ജീവിതരീതിയെയും കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരും. പിന്നെ മൂന്നാമത്തേത് ഗുഹാചിത്രങ്ങൾ, അവരുടെ വിശ്വാസങ്ങളെയും സ്വപ്നങ്ങളെയും കുറിച്ചൊക്കെ സൂചന നൽകുന്ന ഗുഹകളിൽ അവർ കോറിയിട്ട ആ മനോഹരമായ കലാരൂപങ്ങൾ. ഇനി നമ്മൾ നമ്മുടെ കഥയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മനുഷ്യന്റെ ആദ്യ ചുവടുകൾ. ഇത് നമ്മുടെ ശാരീരികമായ യാത്രയുടെ കഥയാണ്, അതായത് പരിണാമത്തിന്റെ ആ നാൾ വഴികൾ. ഈ കാണുന്നത് നമ്മുടെ ഒരു കുടുംബചരിത്രം പോലെയാണ്. ഏകദേശം 36 ദശലക്ഷം വർഷം മുൻപ് മരങ്ങളിൽ ജീവിച്ചിരുന്ന പ്രിമേറ്റുകൾ എന്ന സസ്തനികളിലാണ് തുടക്കം. പിന്നെ 24 ദശലക്ഷം വർഷം മുൻപ് കുരങ്ങുകളുടെയും മനുഷ്യരുടെയും ഒരു പൊതുപൂർവികരായ ഹോമിനോയിഡുകൾ വന്നു. അതിൽ നിന്നാണ് 5.6 ദശലക്ഷം വർഷം മുൻപ് മനുഷ്യനോട് കൂടുതൽ സാമ്യമുള്ള ഹോമിനിഡുകൾ എന്ന നമ്മുടെ കുടുംബം രൂപപ്പെടുന്നത്. പിന്നീട് ആസ്ട്രോലോപിതാക്കസ്. ഒടുവിൽ ഏകദേശം 2.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഉൾപ്പെടുന്ന ഹോമോ എന്ന ജീനസും രംഗപ്രവേശം ചെയ്തു. നമ്മുടെ മുൻഗാമികളായ ആസ്ട്രലോപിത്തേക്കസിൽ നിന്ന് ഹോമോ ജീനസ് എങ്ങനെയാണ് വ്യത്യസ്തരായതെന്ന് നോക്കാം. ഹോമോക്ക് തലച്ചോറ് വലുതായിരുന്നു, താടിയെല്ല് ചെറുതായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ വിപ്ലവം അതൊന്നും അല്ലായിരുന്നു. ഹോമോ വിഭാഗമാണ് ആദ്യമായി കല്ലുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇത് മനുഷ്യചരിത്രത്തിലെ ഒരു ഗംഭീര കുതിച്ചുചാട്ടമായിരുന്നു. അങ്ങനെ ഹോമോ ജീനസിലെ പല പല വിഭാഗങ്ങൾക്കും ശേഷം ഒടുവിൽ നമ്മളെത്തി ഹോമോ സാപ്പിയൻസ്. ലാറ്റിൻ ഭാഷയിൽ ഈ വാക്കിന്റെ അർത്ഥം ചിന്താശേഷിയുള്ള മനുഷ്യൻ അല്ലെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യൻ എന്നാണ്. അതെ, നമ്മൾ തന്നെ. പക്ഷേ ഈ മാറ്റങ്ങളൊക്കെ എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ സംഭവിച്ചത്? എന്തായിരുന്നു ആ പരിണാമത്തിന്റെ എഞ്ചിൻ? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്, അതിജീവനത്തിന്റെ വഴികൾ. ശാസ്ത്രജ്ഞർ ഈ ദ്രുതഗതിയിലുള്ള മാറ്റത്തെ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആശയമാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. പേരുകേട്ട് പേടിക്കേണ്ട, സംഭവം വളരെ ലളിതമാണ്. ഒരു മാറ്റം മറ്റൊരു മാറ്റത്തിന് കാരണമാകുന്നു. ആ പുതിയ മാറ്റം ആദ്യത്തെ മാറ്റത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. അങ്ങനെ അതിവേഗത്തിലുള്ള വികാസം സംഭവിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇതാണ് ആഹാ മൊമെന്റ്. ഈ ഫീഡ്ബാക്ക് ലൂപ്പ് എങ്ങനെയാണ് പ്രവർത്തിച്ചത് നോക്കൂ. സ്റ്റെപ്പ് 1, മനുഷ്യൻ 2 കാലിൽ നിവർന്ന് നടക്കാൻ തുടങ്ങി. അതോടെ കൈകൾ സ്വതന്ത്രമായി. സ്റ്റെപ്പ് 2, സ്വതന്ത്രമായ കൈകൾ ഉപയോഗിച്ച് അവർ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. സ്റ്റെപ്പ് 3, ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ തലച്ചോറിന് കൂടുതൽ ജോലി വന്നു. അത് തലച്ചോറിന്റെ വളർച്ചയ്ക്ക് കാരണമായി. സ്റ്റെപ്പ് 4,
വലിയ തലച്ചോറ് കൂടുതൽ മെച്ചപ്പെട്ട സങ്കീർണമായ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ അവരെ സഹായിച്ചു. കണ്ടില്ലേ, ഈ ഒരു സൈക്കിളാണ് മനുഷ്യ പരിണാമത്തിന് വലിയ വേഗത നൽകിയത്. അതിജീവനത്തിന് ഭക്ഷണം അത്യാവശ്യമാണല്ലോ. നമ്മുടെ പൂർവികർ ഒരൊറ്റ മാർഗത്തെ ആയിരുന്നില്ല ആശ്രയിച്ചിരുന്നത്. അവർ കായ്കനികളും കിഴങ്ങുകളും ശേഖരിച്ചു, മൃഗങ്ങളെ ഒരുമിച്ച് വേട്ടയാടി, മറ്റു വലിയ മൃഗങ്ങൾ ഉപേക്ഷിച്ചു പോയ മാംസാവശിഷ്ടങ്ങൾ കഴിച്ചു, പോരാത്തതിന് നദികളിൽ നിന്നും മീൻ പിടിക്കാനും പഠിച്ചു. അവരുടെ അതിജീവനത്തിനുള്ള കഴിവ് അപാരമായിരുന്നു. മനുഷ്യൻ ശാരീരികമായി മാത്രമല്ല, മാനസികമായും വളരുകയായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെ യഥാർത്ഥത്തിൽ മനുഷ്യരാക്കുന്ന ചില കാര്യങ്ങളുടെ ഉദയമാണ്: ഭാഷയും കലയും. ഇത് വെറും ആശയവിനിമയത്തിനുള്ള വഴികൾ മാത്രമല്ല, മനുഷ്യന്റെ ചിന്താശേഷിയിൽ നടന്ന ഒരു വലിയ വിപ്ലവത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. വെറും ആംഗ്യങ്ങളിൽ നിന്നും ചെറിയ ശബ്ദങ്ങളിൽ നിന്നും നമ്മൾ എങ്ങനെ സംസാരിക്കാൻ തുടങ്ങി? ഏകദേശം 2 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ തൊണ്ടയിലെ സ്വനപേടകത്തിന് സംഭവിച്ച ഒരു പരിണാമമാണ് വ്യക്തമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനും സംസാരിക്കാനും നമ്മളെ സഹായിച്ചത്. ഭാഷ വന്നതോടുകൂടി ഒരുമിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും അറിവ് അടുത്ത തലമുറയ്ക്ക് കൈമാറാനും സങ്കീർണമായ സാമൂഹിക ബന്ധങ്ങളുണ്ടാക്കാനും മനുഷ്യന് കഴിഞ്ഞു. എന്തൊരു മനോഹരമായ വാചകമാണിതല്ലേ! മനുഷ്യന്റെ ആദ്യത്തെ കഥകൾ വാക്കുകളിലൂടെയല്ല, കല്ലിൽ കോറിയ വർണ്ണങ്ങളിലൂടെയാണ് പറഞ്ഞത്. അതെ, ഭാഷ വികസിക്കുന്നതിനു മുൻപ് തന്നെ മനുഷ്യൻ ആശയവിനിമയത്തിനായി മറ്റൊരു ശക്തമായ മാധ്യമം കണ്ടെത്തിയിരുന്നു: കല. ലോകത്തിലെ ആദ്യത്തെ ആർട്ട് ഗാലറികൾ എന്ന് തന്നെ നമുക്ക് ഈ ഗുഹകളെ വിളിക്കാം. സ്പെയിനിലെ അൾട്ടാമിറ, ഫ്രാൻസിലെ ലസ്കോ, ഷൗവേ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഗുഹകളിൽ നിന്ന് 30,000 മുതൽ 12,000 വർഷം വരെ പഴക്കമുള്ള നമ്മളെ ഇന്നും അത്ഭുതപ്പെടുത്തുന്ന ചിത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപക്ഷേ വേട്ടയാടൽ വിജയിക്കാനുള്ള പ്രാർത്ഥനയുടെ ഭാഗമായോ അല്ലെങ്കിൽ അവരുടെ ജീവിതകഥകൾ രേഖപ്പെടുത്താനോ ആയിരിക്കാം അവർ ഈ ചിത്രങ്ങൾ വരച്ചത്. ഇനി നമ്മൾ നമ്മുടെ ഈ കഥയുടെ അവസാന ഭാഗത്തേക്ക്, ഒരു പുതുയുഗത്തിന്റെ തുടക്കത്തിലേക്ക് കടക്കുവാണ്. മനുഷ്യചരിത്രത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ച ഒരു വലിയ പാരിസ്ഥിതിക മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്: ഹിമയുഗത്തിന്റെ അവസാനം. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയെ ഒരു പുതപ്പുപോലെ പൊതിഞ്ഞിരുന്ന ഭീമാകാരമായ മഞ്ഞുപാളികൾ ഉരുകി മാറാൻ തുടങ്ങി. ഈ കാലാവസ്ഥ മാറ്റം ഭൂമിയുടെ രൂപം തന്നെ മാറ്റിമറിച്ചു. അതോടൊപ്പം മനുഷ്യനെ പുതിയ അവസരങ്ങളുടെ ഒരു വലിയ വാതിൽ തുറന്നുകൊടുത്തു. ഈ പുതിയ ചൂടുള്ള കാലാവസ്ഥ 3 വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് കാരണമായത്. മനുഷ്യൻ ആദ്യമായി വിത്തുകൾ പാകി കൃഷി ചെയ്യാൻ പഠിച്ചു. വന്യമൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. ഇതിലെല്ലാം ഉപരി ഭക്ഷണം തേടി അലഞ്ഞു തിരിയുന്നത് നിർത്തി ആദ്യമായി ഒരിടത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. ഇതാണ് പിന്നീട് ഗ്രാമങ്ങളും നഗരങ്ങളുമൊക്കെ ഉണ്ടാകുന്നതിലേക്ക് നയിച്ച ആദ്യത്തെ ചുവടുവെപ്പ്. ഇതാണ് നമ്മുടെ കഥയിലെ ഏറ്റവും നിർണായകമായൊരു പോയിന്റ്. അതുവരെ പ്രകൃതിയിലെ മറ്റു ജീവികളെപ്പോലെ അതിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്ന മനുഷ്യൻ കൃഷിയിലൂടെയും കാലിവളർത്തലിലൂടെയും ആദ്യമായി പ്രകൃതിയെ തൻ്റെ ആവശ്യങ്ങൾക്കായി നിയന്ത്രിക്കാനും മാറ്റം വരുത്താനും പഠിച്ചു. നമ്മുടെ ഈ വിശദീകരണത്തിന്റെ അവസാനം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ചോദ്യം വെക്കുകയാണ്. കൃഷിയുടെ കണ്ടുപിടുത്തം മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ മുന്നേറ്റം തന്നെയായിരുന്നോ? അതോ സ്ഥിരവാസവും വർദ്ധിച്ചുവന്ന ജനസംഖ്യയും പുതിയ രോഗങ്ങളും അധികാരവുമെല്ലാം ചേർന്ന് നമുക്കുവേണ്ടി തന്നെ ഒരുക്കിയ ഒരു കെണിയായിരുന്നു അത്? ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം. നമ്മുടെ അടുത്ത വിശകലനത്തിൽ വീണ്ടും കാണാം.